അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനികളെ, പൂനെയിലെ നോമ്പ് കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ നോമ്പിലായിട്ടേക്ക് ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾ ജീവിതത്തിലുടനീള കൊണ്ടുവരേണ്ടതായ ഒരു പ്രവർത്തനമായിട്ട് തഖ്വ ചൊല്ലത് പരിശുദ്ധ മുഅ്മിനീകളെ, അതായിരിക്കും ഞങ്ങൾ ചർച്ചയാക്കേണ്ടത്. തഖ്വ ചൊന്നെങ്കിൽ എന്ത് ഞങ്ങൾ പണ്ടിൽ പിന്നെ കേട്ടിട്ടുള്ള ഈ വേർഡ്സ് തഖ്വ. അള്ളാഹു വിശുദ്ധ ഖുർആനില് തഖ്വത്തെ കുറിച്ചിട്ട് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. അള്ളാഹുവിന്റെ കിതാബിൽ, തിരു ഹദീസിൽ, ഇജ്മാഇൽ, ഖിയാസിൽ. അതായത് ആദ്യമായിട്ട് എൻ്റെ പ്രേക്ഷകന്മാരെല്ലാം ചൊന്നിട്ടില്ലേ, ನಾನು ಓದ್ರನ್ಕತೆ ഹദീസ് ആവട്ടെ ആയത്താവട്ടെ ഇജ്മാന്റെയും ഖിയാസിന്റെയും പിന്തുണയുള്ള പിന്നെ വാക്യങ്ങളാവട്ടെ, അത് ചിലപ്പോൾ വാക്യം ചൊന്നിട്ട് പിന്നെ വിവരിക്കേണ്ടതായിട്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ കടമയായിട്ട് സത്യമുഅ്മിനീകളെ. അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഒരു വാക്യം പറഞ്ഞിട്ട് അത് കളവ് പറയാൻ പാടുള്ളതല്ലോ. ഒരു ഹദീസ് നബി ചൊന്നെങ്കിൽ മാത്രമേ അത് ഹദീസ് ആവട്ടെ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും നന്റെ മേൽ കളവ് കെട്ട് ചമത്തിയാണ് അവനക്ക് പിന്നെ നരകത്തിലുള്ള ഒരു ബിൽഡിംഗ്, ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിലുള്ള ഒരു മഖഅദ്, ഒരു ഇരിപ്പിടം അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ നബികൾ കളവ് ചൊല്ലത്തില്ല. നബി ചൊന്ന പലക്കായിരിക്കും അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ. അപ്പൊ നബി ചൊന്ന പലക്കായിരിക്കും ഹദീസ്. ഞങ്ങൾ വിഷയം തഖ്വ ചൊന്നെങ്കിൽ ഭയ ഭക്തി, അള്ളാഹുവിനോടുള്ള ഭയഭക്തിയായിട്ട് തഖ്വ ചൊല്ലുകൊണ്ടുള്ള ഉദ്ദേശം. വംതിസാലുൽ അവാമിരി വജ്തനാബു നവാഹി. തഖ്വയുടെ പൂർണ്ണരൂപ ചൊന്നെങ്കിൽ അല്ല പടിപ്പാട്ടിയ ഒരു കാര്യത്തെ ഞങ്ങൾ ഫോളോ ആക്കണം, അത് പ്രവർത്തിക്കണം. വജ്തനാബ നവാഹി, അല്ല വിരോധിച്ച ഒന്നിനെ വിരോധിക്കണം. ഇതൊക്കെ തഖ്വ ചൊല്ലി. ഇത് ചില പ്രയാസമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. പക്ഷെ തഖ്വ ഉള്ളവൻ മാത്രമേ സ്വർഗത്തിൽ പോണ്ടി. അലി റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹു ചൊല്ലി, അതായത് നിങ്ങൾ യാരെ പ്രോത്സാഹനായ പിന്നെ അമൽ ചെയ്യുകയല്ല, നിങ്ങൾ യാരെ പ്രോത്സാഹനാക്കനായ അമൽ ചെയ്യുകയല്ല, ഒരു ഇബാദത്ത് ചെയ്യുകയല്ല, ഒരു സൽക്കർമ്മ ചെയ്യുകയല്ല. പക്ഷെ ചെയ്ത സൽക്കർമ്മ സ്വീകാര അർഹമായിട്ട് കിടാത്ത് ചൊല്ലണക്കത്തെ ഒരു ഖേദ നിങ്ങൾ ഉണ്ടാവണം. അതായിട്ട് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമായിട്ട് അള്ളാഹു സ്വീകരിക്കും ഇബാദത്ത്. തഖ്വയില്ല, മനുഷ്യർക്ക് ഈമാനില്ല, ടൈം ടു ടൈം നിസ്കരിച്ചിട്ടുള്ള, നല്ല പ്രവർത്തനം ആക്കിയിട്ടുള്ള, സ്വാലിഹ സൽക്കർമ്മം ആക്കിയിട്ടുള്ള, പക്ഷെ തഖ്വ ഇല്ലെങ്കിൽ, ഇഖ്ലാസ് ഇല്ലെങ്കിൽ, ഈമാൻ ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമായിരിക്കും. ശതമാനം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. എല്ലാ ജുമാഅത്തിലും അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് ഖതീബമാർ ചൊല്ലാൻ അല്ലാഹ്. ഓ സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കോളൂ, അല്ലാഹുവിനെ പേടിക്കോളൂ. ഇങ്ങനെ അല്ലാഹുവിനെ പേടിക്കോറ് ചൊല്ലിക്കത്തിയ വേർഡ്സ് വിശുദ്ധ ഖുർആനിൽ 118 പ്രാവശ്യം എബോ മേലുണ്ടോ. 118 യാ അയ്യുഹന്നാസു ഇത്തഖൂ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖൂ, ഇങ്ങനെയുള്ള പദങ്ങൾ. അപ്പൊ കൂടെ ചൊന്ന്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കോറൂ, അല്ലാഹുവിനെ പേടിക്കോറൂ. ഹഖ്ക തുഖാതി, പേടിക്കേണ്ട രൂപത്തിൽ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകണ്ട. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലായി, മുസ്ലിമായിട്ടല്ലാണ്ട് മരിക്കൊണ്ട് കണ്ടെങ്കിൽ തഖ്വ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് കിടണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയുള്ള എത്ര ശ്ലോക, എത്ര വാക്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ, എത്ര ഹദീസിലുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഈ മഗ്ഫിറത്തിനെ പറ്റി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹ് ചൊല്ലി വിശുദ്ധ ഖുർആൻ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ ഓടി വരും, വേഗ വരും, മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്. സ്വർഗത്തെ
അതിലൂടെ സ്വർഗത്തെ വിവരണ ആക്കിയിരുന്നെങ്കിൽ അതിലെ വിശാല അർളു അസ്സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ പോലെ അതിലെ അകലുണ്ടു. അങ്ങനെയുള്ള സ്വർഗത്ത് നിങ്ങൾ ഓടി ബറു, അങ്ങനെയുള്ള മഗ്ഫിറത്ത് നിങ്ങൾ ഓടി ബറു. മാത്രമല്ല അവസാനം ചൊല്ലി അത് ഉഇദ്ദത്തുൽ മുത്തഖീൻ, തഖ്വ എന്നതിന് മാത്രം സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ട് തഖ്വ ഇല്ലാത്ത സ്വർഗത്തിൽ എൻട്രി ഇല്ല. അപ്പൊ തഖ്വ ഞങ്ങളുടെ ജീവിതത്തെ ഭാഗമാക്കണം. പരിശുദ്ധ മുഅ്മിനുകൾ, ഭയ ഭക്തി അള്ളാഹുവിനോട് നമ്മൾ ഉണ്ടാകണം. അതായത് അള്ള പഠിപ്പാറ്റിയ കാര്യത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. എല്ലാം പ്രയാസമായിരിക്കും ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം. അല്ല ചെയ്യേണ്ട ആക്കണ്ട ചുരുക്കത്തെ പ്രവർത്തനം അത് ഞങ്ങൾ ബുടകത്തിൽ പ്രയാസമായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും തഖ്വ ഞങ്ങൾക്ക് ഒരിക്കലും പൂർത്തിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അഷ്റഫുൽ ഖൽഖായിട്ടും നബി ദുആർന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാ ഫവൽ ഗിന. അല്ലാഹുവേ നിന്റെ ഞാൻ കേൾക്കടെ അൽ ഹുദ, ഹിദായത്തിന് കേൾക്കടെ. മാത്രമല്ല പിന്നെ വത്തുഖാ, ನಾನು ಭಯಭಕ್ತಿ ತಕ್ವತೆ ಕೇಕಡೆ. വൽ അഫാഫ വൽ ഗിന, അഫുവിടെ മാഫിടെ കേക്കടെ. പിന്നെ ആയിട്ട് സമ്പത്തിനെ കേക്കടെ ಅಂತ അള്ളാന്റെ പ്രവാചകർ. അപ്പൊ ഞങ്ങൾ ഹിദായത്തിന് കേൾക്കണു, തഖ്വയുടെ കേൾക്കണു. പരിശുദ്ധ മുഅ്മിനുകളെ, തഖ്വ പഠിച്ചിട്ട് കേൾക്കണു. മറ്റൊരു ഹദീസ്, ഇത് മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസ്. മറ്റൊരു ഹദീസ്, അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. 6 നാനല്ല, നിങ്ങല്ല, ലോകത്തുള്ള മറ്റ മഖ്ലൂഖല്ല, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി ദുആർന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പിന്നെ അല്ലാഹുമ്മ ഇന്നി ആതി അൻഫുസനാ തഖ്വാഹ, അല്ലാഹുവേ ഞങ്ങളുടെ നഫ്സ് തഖ്വ ഉള്ള നഫ്സ് താ റബ്ബേ. വസക്കിഹ, അതിനെ നീ സംസ്കരിക്ക്. അൻത ഖൈറു മൻ സക്കാഹ, സംസ്കരിക്കാൻ വെച്ചിട്ട് നല്ല സംസ്കരിക്കണവനും അല്ലാഹു ആയിട്ടിക്കടാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അന്ത വലിയ അതിനെക്കുറിച്ച് ദുആത്തിൽ ഒരുപാട് വിശദീകരണം ഉണ്ട്. പരിശുദ്ധ മുഅ്മിനുകളെ, അപ്പ തഖ്വ ഞങ്ങളുടെ ജീവിതത്തെ ഭാഗമാക്കണോ. തഖ്വൽ ഇലാഹു മദാറു കുല്ലി ഷഹാദത്തിൻ വതിബാഉ വഹുവ റഅ്സു ശർരി ഹബായില. അതായത് അള്ളാഹുവിനെ പേടിക്കണക്കത്തതായ തഖ്വ, അള്ളാഹുവിനെ തഖ്വ ചൊല്ലണക്കത്തതായ തഖ്വാക്കണക്കത്തതായ ഖൽബ് നല്ലതായ ഖൽബായിട്ട് കിടണ്ട്. അതായത് തഖ്വൽ ഇലാഹു മദാറു കുല്ലി ഷഹാദത്തിൻ, എല്ലാ വിജയത്തിന്റെ നിദാനം, എല്ലാ വിജയത്തിന്റെ കാരണം തഖ്വായിട്ടിക്കട്. തഖ്വയുള്ളവനായിട്ടിരുന്നാല് പടച്ചോണിട്ടിക്ക് വലിയ സ്ഥാനം. അപ്പൊ ഭയഭക്തി ഉണ്ടാകണം. മാത്രല്ല അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ചൊല്ലിയത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വഖൂലു ഖൗലൻ സദീദ, മിനിസമുള്ള സ്പഷ്ടത ഉള്ള സംസാര മുണ്ടൽ നിങ്ങൾ മുണ്ടോണു. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾക്കുള്ള അമലുകൾ നിങ്ങൾ നന്നാക്കണം. അതുകൊണ്ട് നിങ്ങൾ നന്നാവും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുക ഈ തഖ്വ കാരണമായിട്ടിരിക്കും. അപ്പൊ എവറി വൺ ടൈം, എല്ലാ ഒരു സമയത്തിൽ ഞങ്ങൾ തഖ്വ, ഞങ്ങളെ പഠിച്ചൊട്ടിക്ക് ഭയഭക്തി ഞങ്ങൾക്ക് ഖൽബിൽ എപ്പോഴും ഉറപ്പിക്കുന്നതിന്റെ പരിശുദ്ധ മുഅ്മിനുകൾ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫലായത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല ചൊല്ലി അമൽ ആക്കുന്ന വിഷയമല്ല, നേരത്തെ അലിയല്ലേ നിൽക്ക് അമലാക്കുന്ന രൂപത്തിലല്ല ഞങ്ങൾ. അതായത് ಅನುಮನಿ ತೂಕ ನಂದೆ ಕರ್ಮ, ನಂದೆ ಪ್ರವರ್ತನ, ನಂದೆ ಅಫ್ವಾಲ್ ಅಫ್ಆಲ್ ತಕ್ರೀರಾತ್ಗಳು, ನಂದೆ മനസ്സ വാച കർമ്മന ഇത് അള്ളാഹു സ്വീകരിച്ചിരണ ഇല്ലെന്ന് ചൊല്ലിയ വിഷയത്തിൽ ഞങ്ങൾ ഭയങ്കര പേടിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ 5 വക്ത് ഇബാദത്ത് എടുത്ത, 5 വക്ത് നിസ്കരിച്ച, ഹജ്ജിക്ക് പോയ, സകാത്ത് കൊടുത്ത, ഒരുപാട് നല്ല നല്ല പ്രവർത്തനം ആക്കിയ, പക്ഷെ അള്ളാഹു സ്വീകരിച്ചില്ല നോക്കുന്നതാണ്. അത് തഖ്വത്തെ മേൽ ഡിപ്പെൻഡ് ഉള്ളത് പരിശുദ്ധ മുഅ്മിനുകളെ. അപ്പൊ തഖ്വ ഞങ്ങളുടെ ജീവിതത്തെ ഭാഗമാക്കണോ. മുൻകഴിഞ്ഞ മഹാന്മാർ, ഞങ്ങളെ മുന്നോട്ട് പോയതായ മഹാന്മാർ തഖ്വയിലൂടെ ജീവിച്ചിട്ടാണ്. ഉദാഹരണത്തിന് ഞങ്ങളെ മലാബിസ്, ലിബാസ് തഖ്വ, അതും വിശുദ്ധ ഖുർആനിൽ വന്നുള്ളൂ. ഞങ്ങളെ ഔഖാത്ത്, ഒരു മനുഷ്യൻ സലാം ഇട്ടിട്ട് ഫസ്റ്റ് കൊണ്ടിരിക്കുന്നതായിട്ട് അവന്റെ ആക്ടിവിറ്റീസ്, അവന്റെ പിന്നെ ചലനവലനത്തിൽ തഖ്വയ്ക്ക് പരിശുദ്ധ മുഅ്മിനുകളെ. അതുകൊണ്ട് ഞങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എത്ര ഖുർആനിൽ 118 പ്രാവശ്യം അപ്പറ ചൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തഖ്വയല്ലേ ജീവിതത്തിൽ വേണ്ടത്.
ಅದು ಜೀವಿತದಲ್ಲಿ ಅದು ನಗಲೆ ಜಗಜೀವನ ಈ ಲೋಕ ಜೀವನത്തിൽ ನಾಳೆ ಪರಲೋಕത്ത് പോകുമ്പോഴത്തേക്കും തഖ്വ ഉള്ളവർക്ക് നേരത്തെ ചെന്നപ്പോൾ ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ തഖ്വ ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമായിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് തഖ്വയിൽ ജീവിക്കേണ്ടതുണ്ട് ഞങ്ങളെ സംസാര ഞങ്ങളെ വാക്ക് ഞങ്ങളെ ഓരോരുത്തർ ഞങ്ങളെ അതായത് ചലനവലന മൻ കസുര കലാമു കസുര ദുനൂബു അതായത് ഞങ്ങളെ പിന്നെ ലോക്കലി വിഷയത്തിൽ എന്ത് ചൊല്ലെങ്കിൽ ഒരു സ്ഥലം എതിർ വന്ന് ഒരു സഹോദരട്ടിക്ക് തപസ്സും ഇബിത്തിസാമാക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് കൊണ്ടുവരാം ഈ മുൻപേ പഴക്കത്തിൽ ഇപ്പത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെന്തിര് ഓക്കെ കಡೆ അവിടുത്തെ വിഷയ ടോട്ടലായിട്ട് വിഷയ രാഷ്ട്രീയ വിഷയ അതൊന്നും വേണ്ട എത്ര അതായത് ഞങ്ങളെ മാത്തു കടിമ ഞങ്ങളെ പലക്ക കുറഞ്ഞാക്കണം ഒരു ഹദീസ് ചൊല്ലു മൻ കസുര കലാമുഹു കസുര ദുനൂബു മൻ കസുര ദുനൂബു മാത്ത ഖൽബു ദഖല ഫിന്നാർ ನಮ್ ಕಸುರ ಕಲಾಮು ಸಂಸಾರ ಜಾಸ್ತಿ ನಂಗೆ ಮುಂಡ್ರೆ ಜಾಸ್ತಿ ಅಂಬತ್ತು ದೋಷ ಜಾಸ್ತಿ ಆಗಿದ್ರೆ കൽബ് ചാവടും കൽബ് ചത്തെങ്കിൽ ദഖല ഫിന്നാർ നരകത്തിൽ പോകും അപ്പൊ ഞങ്ങളെ സംസാരത്തിൽ മിതത്വം കൊണ്ടുപോകണം പ്രത്യേകമായിട്ട് നഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഇഷാന്റെ ശേഷം പിന്നെയും സംസാരിക്കാൻ പാടില്ല പക്ഷെ ഞങ്ങളെ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ടൈം ആക്കിയിട്ടുണ്ട് തറാവിൽ പിന്നെ അല്ലെങ്കിൽ ഇഷായിൽ പിന്നെ പതിരാ സമയത്തുള്ള 12 ಗಂಟೆದೋಳು സുബൈത്തുള്ള മുണ്ടವನ್ನು റെഡി ഉള്ള ഞങ്ങളുടെ പലക്ക റെഡി ആക്കണം തഖ്വ ಜಾಸ್ತಿ ആക്കണം ഇത്തഖുല്ലാഹ് എത്ര പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുക അതിലുപരി അതായത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ തഖ്വയിൽ ജീവിക്കുമ്പോൾ ചെറിയതായ പിന്നെ പ്രവർത്തനങ്ങളിൽ സഹിക്കേണ്ടി വന്നു അദ്ദുനിയ സിജുനുൽ മുഅ്മിനല്ലേ ദുനിയാവ് ചൊല്ലിയത് മുഅ്മിനുകൾക്കുള്ള ഒരു ജയിലറയല്ലേ ജന്നത്തുൽ കാഫിർ സത്യ നിഷേധിക സ്വർഗമായിട്ടിക്കട് അപ്പൊ ഈ സിജിനായിട്ടുള്ള ജയിലായിട്ടുള്ള ഈ ദുനിയാവുలు ജീവിക്കുമ്പോൾ തഖ്വ ജീവിതത്തിൽ കഷ്ടപ്പെടണം സുബൈനിക്ക് തൂതെടുക്കുമ്പോൾ കഷ്ട ബാഞ്ചോക്ക് നിസ്കരിക്കുമ്പോൾ കഷ്ട നോമ്പ് നോക്കുമ്പോൾ ഒരു സെಂಟು പോലും മണക്കൊകില്ല ഒരു എണ്ണ പോലും തലക്കീടോകില്ല കഷ്ട ഇതെല്ലാം കഷ്ടത്തെ സഹിച്ചങ്ങായിട്ടിക്കട് ഉഇദ്ദത്തുലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതായ സ്വർഗമായിട്ട് മുഅ്മിനുകളെ അള്ളാഹു ഈ ദുനിയാവിൽ എന്തിന് ആക്കി വെച്ചില്ല ഖുൽ മതാഇ ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ അല്ലാഹു ഖുർആൻ ചൊല്ലി ഖുൽ നബിയെ തങ്ങൾ പറയുക മതാഇ ദുനിയ ഖലീൽ ഈ ദുനിയാവിന്റെ സുഖം ആഡംബരം ഈ സൗകര്യം ഇത് ഖലീലായിട്ടിക്കട് വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ ആഖിറ ചൊല്ലിയത് ഖൈറായിട്ടിക്കട് തഖ്വ ഉള്ളവർ തനിക്ക് വലാ തുദ്ലമൂന ഫതീല ഫതീല ചൊന്നെങ്കിൽ ഒരു കർജോറ ഒരു ഈത്തപ്പഴത്തെ തൊല്ല് ഉൾഗത്തിലുള്ള തൊല്ലിടത്തര പോലും അള്ളാഹു ഒരു മനുഷ്യരെയും അള്ളാഹു ആക്രമിച്ചിട്ടില്ല മുഅ്മിനീകളെ അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ തഖ്വ ജീവിതം എല്ലാ സമയത്തും നമുക്ക് തഖ്വ ഉണ്ടായിരിക്കണം പേടിണ്ടാക്കണം ഖൗഫ് റജാൻ അത് വലിയ വിഷയമായിട്ടിക്കട് ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന ദിവസങ്ങളത് ഇനി പണ്ട് സബ്ജക്റ്റിനಷ್ಟು അത് വിഷയമാക്കിട് അപ്പൊ നിങ്ങൾ ദീനി ദഅവത്ത് കേൾക്കടെ മാത്രമല്ല പഠിക്കടെ മാത്രമല്ല ഇതിനകത്ത് ഷെയർ ആക്കിയിട്ട് ദീന്റെ ദഅവത്തിൽ നല്ല ദായികളായിട്ട് ഉത്തമ നൂറ്റാണ്ട് വൽതകുൻ യദ്ഊന പിന്നെ വൽതകുൻ യദ്ഊന ഖൈർ പിന്നെ അങ്ങനത്തെ ഹദീസ് ഖുർആൻ വന്നത് വൽതകുൻ ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ അപ്പൊ നിങ്ങൾ ഖൈർ കൊണ്ടിട്ടു ദഅവത്താക്കണಕ್ಕೆ ആൾമാർ ഉണ്ടാവട്ടെ വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ആക്കിയിട്ട് നല്ല കൂലി സമ്പാദിക്കൂ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ജഅൽനി മിനൽ മുത്തഖീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു